ഇന്ന് നമുക്ക് രണ്ടാമത്തെ സ്റ്റിച്ചിങ് ക്ലാസ്സാണ്. അപ്പോൾ ഇന്നത്തെ രണ്ടാമത്തെ സ്റ്റിച്ചിങ് ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത് ഏക്കട്ട് പെറ്റിക്കോട്ടാണ്. ഏക്കട്ട് പെറ്റിക്കോട്ട് എന്ന് പറയുമ്പോൾ നമുക്കിത് രണ്ട് രീതിയിൽ കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും. ഒന്ന് സൈഡ് ഓപ്പൺ വരുന്ന രീതിയിലും മറ്റേത് സൈഡ് ഓപ്പൺ ഇല്ലാതെയും നമുക്കിത് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത് സാധാരണ പെറ്റിക്കോട്ട് എന്ന് പറയുമ്പോൾ നടുക്കൂടെ ഇങ്ങനെ പ്ലീറ്റ് വരുന്ന ടൈപ്പാണ്. ഇത് പ്ലീറ്റ് ഒന്നും വരത്തില്ല, പ്ലീറ്റ് ഇല്ലാത്ത പ്ലെയിൻ ആയിട്ടുള്ള ഒരു ടൈപ്പാണ്. നമുക്ക് ചുരിദാറിൻ്റെ കൂടെ സൈഡ് ഓപ്പൺ ഉള്ള ചുരിദാറിൻ്റെ കൂടെയും സൈഡ് ഓപ്പൺ ഇല്ലാത്ത ചുരിദാറിൻ്റെ കൂടെയും കൂടുതലായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പെറ്റിക്കോട്ടാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് നമുക്ക് കട്ട് ചെയ്യുന്നതെന്ന് ആദ്യം നോക്കാം. പിന്നെ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട് അളവ് ടോപ്പ് വെച്ചിട്ടാണ് ഞാനിതെല്ലാം കട്ട് ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയുക. അതേപോലെ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ ഒന്ന് ലൈക്ക് കൂടെ ചെയ്യണേ. അതുപോലെ നിങ്ങൾക്ക് ഇതിൻ്റെ നോട്ട് വേണമെങ്കിൽ പറഞ്ഞാൽ ഞാൻ തരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്കിത് നിങ്ങളുടെ ഒരു നോട്ട്ബുക്കിൽ നിങ്ങൾക്കിത് വരച്ച് വയ്ക്കാവുന്നതാണ്. ഇനി നമുക്ക് ഏക്കട്ട് പെറ്റിക്കോട്ടിനുള്ള തുണി എങ്ങനെയാണ് മടക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഇതിപ്പോൾ ഞാനൊരു ചെറിയ അളവാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ തുണി ഇതേപോലെ ആദ്യം ഒന്ന് മടക്കുക. അതിനുശേഷം ഇതിൻ്റെ സെൻറ്റർ പിടിച്ച് ഇതേപോലെ നമ്മളെടുത്ത് ഇതേപോലെ വെച്ച് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ മടക്കുമ്പോൾ നമുക്ക് ഈ ഭാഗത്ത് മടക്ക് വശമാണ് വരുന്നത്, 2 പീസ് മടക്ക് വശവും. ഇവിടെ നമുക്ക് ഇതുപോലെ 4 പീസ് ഓപ്പണായിട്ട് വരുന്ന രീതിയിലാണ് നമ്മൾ തുണിയിട്ട് കൊടുക്കേണ്ടത്. ഇനി നമുക്ക് ഏക്കട്ട് പെറ്റിക്കോട്ട് ഒരു അളവ് ഏക്കട്ട് പെറ്റിക്കോട്ട് വെച്ച് എങ്ങനെയാണ് അളവെടുക്കുന്നതെന്ന് നോക്കാം. നമുക്ക് നമ്മുടെ കയ്യിലുള്ള പെറ്റിക്കോട്ട് നമുക്ക് ഇതേപോലെ ഒന്ന് വെച്ച് കൊടുക്കുക. അതിനുശേഷം ടേപ്പ് എടുത്ത് ഇതിനകത്തുള്ള അകലം എത്രയുണ്ടെന്ന് നോക്കാം. ഇതുപോലെ നമ്മൾ വെച്ചതിന് ശേഷം ഇതിനകത്തുള്ള അകലം എത്രയുണ്ടെന്ന് നോക്കാം. ഇതിപ്പോൾ 7 ഇഞ്ചാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. 7 ഇഞ്ചിൽ നിന്ന് 1 ഇഞ്ച് കുറയ്ക്കുക. അപ്പം നിങ്ങൾക്ക് എത്രയാണോ കിട്ടുന്നത് ആ അകലത്തിൽ അതിൽ നിന്ന് 1 ഇഞ്ച് കുറയ്ക്കുക. അതിന് ബാക്കി എത്രയാണോ ഉള്ളത്, അപ്പോൾ എനിക്കിപ്പോൾ ബാക്കി കിട്ടിയിട്ടുള്ളത് 6 ആണ്. 6ൻ്റെ പകുതിയാണ് ഇവിടെ നമ്മൾ കഴുത്തിൻ്റെ വിരിവായിട്ട് നമ്മൾ എടുക്കേണ്ടത്. ഇപ്പോൾ കഴുത്തിൻ്റെ വിരിവ് ഇവിടെ 3 ഇഞ്ച് നമ്മൾ എടുക്കുക. കഴുത്തിൻ്റെ വിരിവ് നമ്മൾ 3 ഇഞ്ച് എടുക്കുക. ഇനി അടുത്ത് നമുക്ക് വേണ്ടത് ഷോൾഡറാണ്. അപ്പോൾ ഈ ഷോൾഡർ എത്രയുണ്ടെന്ന് നോക്കുക. ഇപ്പോൾ ഷോൾഡർ കിട്ടിയിട്ടുള്ളത് 3 ഇഞ്ചാണ് എനിക്ക് ഷോൾഡർ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഈ 3 ഇഞ്ചിൽ നിന്ന് നമുക്ക് തയ്യൽ തുമ്പെന്ന് പറയുമ്പോൾ നമ്മളിതിൽ ചുരുട്ടിയാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഒരു 1/4 ഇഞ്ച് കൂടുതലായിട്ട് എടുത്താൽ മതിയാവും. ഇനി തുടക്കക്കാരൊക്കെ 1 ഇഞ്ച് കൂടുതൽ എടുത്താലും കുഴപ്പമൊന്നുമില്ല, കാരണം ആദ്യമൊക്കെ അവർ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് കൂടുതൽ തുണി വേണ്ടി വരും. അപ്പോൾ ഇതിപ്പോൾ ഞാനൊരു 1/4 ഇഞ്ച് എടുക്കുന്നുണ്ട്. ആദ്യം കഴുത്തിൻ്റെ വിരിവ് നമ്മൾ എടുത്തു. ഇനി അതിന് ശേഷം അതിൻ്റെ തൊട്ടടുത്തായിട്ട് നമ്മൾ ഷോൾഡർ വീതി എടുക്കുക. അതായത് 3.25 ഞാനിവിടെ എടുത്തിട്ടുണ്ട്. 3.25 എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കക്കിഴിയുടെ ഭാഗം നമുക്ക് എത്രയുണ്ടെന്ന് നോക്കാം. ഇതുപോലെ വെച്ചതിന് ശേഷം നമുക്ക് ഇതുപോലെ ടേപ്പ് വെച്ച് നേരെ ഷോൾഡറിൻ്റെ നേരെ താഴോട്ട് ടേപ്പ് വെച്ച് നമ്മൾ ഇതേപോലെ ഒന്ന് കൈ കൊണ്ട് ഇതേപോലെ വരച്ച് വെക്കുക. ഇപ്പോൾ 6 അല്ല, ഇപ്പോൾ 7 ഇഞ്ചാണ് കക്കിഴിയുടെ അകലം കിട്ടിയിട്ടുള്ളത്. 7 ഇഞ്ചാണ് കിട്ടിയിട്ടുള്ളത്. ടേപ്പ് നേരെ ഇതേപോലെ ഷോൾഡറിന് താഴോട്ട് നേരെ വയ്ക്കുക. അതിനുശേഷം കൈ കൊണ്ട് നമ്മൾ ഇതേപോലെ ഒന്ന് വരച്ച് നോക്കും. നമുക്കത് കറക്റ്റായിട്ട് അറിയാൻ പറ്റും. ഈ എൻഡ് എവിടെയാണോ വരുന്നത് അതാണ് നമ്മുടെ കക്കിഴിയുടെ ഇറക്കം. അതിനുശേഷം നമ്മളിത് ഫസ്റ്റ് കഴുത്തിൻ്റെ വിരിവെടുത്തു, ഷോൾഡർ എടുത്തു. ഷോൾഡറിൻ്റെ തൊട്ട് താഴെയായിട്ട് നമ്മൾ ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്യുക. 7 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒന്നുകൂടെ പറഞ്ഞുതരാം. ഫസ്റ്റ് നമ്മൾ കഴുത്തിൻ്റെ വിരിവാണ് എടുത്തിട്ടുള്ളത്. അതായത് ഇതുപോലെ നമ്മൾ വെച്ചിട്ട് ഇതിൻ്റെ ഇടയിലുള്ള ഗ്യാപ്പ് എത്രയുണ്ടെന്ന് അളന്ന് നോക്കുക. അതിനുശേഷം അതിൽ നിന്ന് 1 ഇഞ്ച് കുറച്ച് ബാക്കി കിട്ടുന്ന എത്രയാണോ അതിൻ്റെ പകുതി എടുക്കുക. അതേപോലെ ഷോൾഡർ പ്ലസ് 1/4 ഇഞ്ച് എടുക്കുക. ഇനി നമ്മൾ ടേപ്പ് വെച്ചിട്ട് ഇതേപോലെ നേരെ താഴോട്ട് ടേപ്പ് വെച്ച് ഇതേപോലെ നോക്കി കക്കിയുടെ ഭാഗവും നമുക്ക് എടുക്കാവുന്നതാണ്. ഇനി നമുക്ക് അടുത്ത് വേണ്ടത് ചെസ്റ്റാണ്. ഈ കക്കിഴിയുടെ ഈ ഭാഗവുമായിട്ട് നമ്മൾ ഇതേപോലെ ഒന്ന് അളന്ന് നോക്കുക.
രണ്ട് ഭാഗവും നമ്മളിതിൽ അളന്ന് നോക്കി. അപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ളത് 20 അതായത് ഈ ഭാഗം മുതൽ ഇതുവരെ നമ്മളൊന്ന് അളന്ന് നോക്കുക. അപ്പോൾ 20 കിട്ടിയിട്ടുണ്ട്. അപ്പോൾ 20ൻ്റെ പകുതി 10. ആ 10 നമ്മൾ ആദ്യം ഈ കക്കിയുടെ നേരെ ഭാഗത്ത് നമ്മളിതേപോലെ ഒന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ നേരെയായിട്ട് നമ്മളിതേപോലെ 10 ആദ്യം എടുക്കുക. ഫസ്റ്റ് 10 എടുക്കുക. അതിനുശേഷം 1 ഇഞ്ച് കൂടെ എക്സ്ട്രാ തയ്യൽ തുമ്പ് കൊടുക്കാം. കക്കിഴി എടുത്തു. അതിൻ്റെ നേരെയായിട്ട് നമ്മളിതേപോലെ ഇവിടെ നിന്ന് അറ്റത്തുനിന്ന് നമ്മളിതേപോലെ 10 ഇഞ്ച് എടുത്തു. അതിനുശേഷം 1 ഇഞ്ച് തയ്യൽ തുമ്പ് എടുക്കുക. ഇത് ഒന്നുകൂടെ പറഞ്ഞുതരാം. നമ്മളിതിപ്പോൾ ഈ കക്കിയുടെ ഭാഗവും ഇപ്പുറത്തെ ഭാഗമായിട്ട് നമ്മൾ എടുത്തിട്ടുണ്ട്. 20 നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ പകുതി 10 10 എടുത്തതിന് ശേഷം 1 ഇഞ്ച് കൂടെ എക്സ്ട്രാ കൂടുതലായിട്ട് നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ലെങ്ത് എത്രയാണോ ആവശ്യമുള്ള ലെങ്ത് നമുക്ക് എടുക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള ലെങ്ത് എടുത്തതിന് ശേഷം അതിൽ കൂടെ 1.5 ഇഞ്ച് എക്സ്ട്രാ കൂടുതലായിട്ട് എടുത്താൽ മതിയാവും. ഇപ്പോൾ 30 കിട്ടുന്നതെങ്കിൽ 31.5 എടുത്താൽ മതിയാവും. ഞാനിപ്പോൾ 31.5 എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആദ്യം ഈ താഴെ അറ്റത്ത് നമുക്ക് ആവശ്യമുള്ളത് ഇതുപോലെ ഒന്ന് വരച്ചിട്ട് കൊടുക്കാം. നമുക്കിനി ഇവിടുത്തെ ബോട്ടമാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള ബോട്ടം എടുക്കാവുന്നതാണ്. ഇതിപ്പോൾ ഇവിടെ നമുക്ക് 10 നമ്മൾ തയ്യൽ തുമ്പ് അടക്കം 11 നമ്മൾ എടുത്തിട്ടുള്ളത്. ഇനി ഇവിടുത്തെ ചെസ്റ്റ് നമ്മൾ എടുത്തിട്ടുള്ളത് 11. അപ്പോൾ 11നേക്കാളും കൂടുതലായിട്ടാണ് നമുക്ക് താഴെ അറ്റത്ത് ബോട്ടം നമുക്ക് ഇവിടത്തേനേക്കാളും കൂടുതലാണ് വരേണ്ടത്. കാരണം ഇത് ഓപ്പൺ ഇല്ലാതെ തയ്ക്കുന്നതായതുകൊണ്ട് നമുക്ക് കൂടുതലായിട്ട് ബോട്ടം വേണം. അപ്പോൾ ഇതിപ്പോൾ നമുക്ക് ഇവിടെ 11 നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് 11നേക്കാളും കുറച്ചുകൂടെ കൂടുതലായിട്ട് നമുക്ക് താഴെ അറ്റത്ത് വരുന്ന രീതിയിലാണ് നമ്മൾ ഇവിടെ എടുക്കേണ്ടത്. താഴെ അറ്റത്ത് ബോട്ടം കൂടുതൽ വരണം. കാരണം ഇത് ഓപ്പൺ ഇട്ടിട്ടല്ല നമ്മൾ കട്ട് ചെയ്യുന്നത്. ഓപ്പൺ ഇല്ലാത്ത മോഡലാണ് ആദ്യം നമ്മൾ ഇത് കട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതിപ്പോൾ ഒരു 15 ഉണ്ട്. കാരണം ഇതിനേക്കാളും കൂടുതലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബോട്ടം എത്രത്തോളം കൂടുതൽ വേണമെങ്കിൽ അതനുസരിച്ച് നിങ്ങൾക്ക് കൂടുതൽ ബോട്ടം കൊടുക്കാവുന്നതാണ്. ഇതിപ്പോൾ എനിക്ക് താഴെ അറ്റത്തൊരു 15 ഉള്ളൂ. ഞാൻ 15 എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഈ തുണി മടക്കുന്ന സമയത്ത് കുറച്ചുകൂടെ കൂടുതൽ കിട്ടുകയാണെങ്കിൽ അങ്ങനെ എടുക്കുക. മാക്സിമം കുറച്ചെടുക്കാൻ ശ്രമിക്കരുത്. കാരണം കുറച്ചെടുത്താൽ നമുക്ക് ഓപ്പൺ ഇല്ലാതെ തയ്ക്കുമ്പോൾ നമുക്കത് നടന്നു പോകുമ്പോൾ നമുക്കത് തട്ടാനായിട്ട് ചാൻസ് ഉണ്ട്. ഇനി നമുക്കിത് വരച്ച് യോജിപ്പിക്കാം. ആദ്യം നമുക്ക് ഈ കക്കിയുടെ ഭാഗം ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കാം. ഇതുപോലെ ഫസ്റ്റ് നമ്മൾ കക്കിയുടെ ഭാഗം വരച്ചു കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഈ ഭാഗത്തൊന്ന് ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കാം. താഴേറ്റത്ത് നമ്മൾ ആവശ്യമുള്ള തുണി എടുത്ത് നമ്മൾ അതും ഒന്ന് വരച്ചിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുമായിട്ട് നമുക്കിതേപോലെ ഒന്ന് വെച്ചിട്ട് നമുക്കിതേപോലെ ഒന്ന് വരച്ചു കൊടുക്കാം. ഇത് നമ്മൾ വേണമെങ്കിൽ നമുക്ക് ഇവിടെ കൂടെ ഷേപ്പായിട്ട് കൊടുക്കാം. ഇതിപ്പോൾ ഞാൻ ഷേപ്പായിട്ടല്ല തയ്ക്കുന്നത്. കാരണം പെറ്റിക്കോട്ടാകുമ്പം കുറച്ച് ലൂസ് വേണം. നമുക്ക് ലൂസായിട്ടാണ് നമ്മളിത് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിനകത്ത് കക്കിയുടെ ഭാഗം ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കാം. കണ്ടോ? ഇതുപോലെ നമ്മളൊന്ന് വരച്ചു കൊടുക്കുക. ഇനി നമുക്ക് കഴുത്തിൻ്റെ ഇറക്കം അത് ഞാൻ പറഞ്ഞു തന്നിട്ടില്ല. അപ്പോൾ ഞാൻ അതും കൂടെ ഒന്ന് പറഞ്ഞുതരാം. നമ്മൾ കഴുത്ത് ഇതേപോലെ എടുത്ത് വയ്ക്കുക. ഇതുപോലെ ടേപ്പ് സെൻറ്ററിൽ പിടിച്ചതിന് ശേഷം നമ്മൾ കക്കിയുടെ അളവെടുത്തതുപോലെ തന്നെ നമ്മൾ ഇതുപോലെ ഒന്ന് വരച്ച് നോക്കുക. ഇതിപ്പോൾ ഫ്രണ്ട് 5.5 കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അതിനേക്കാളും 1/2 ഇഞ്ച് കൂടുതൽ നമ്മൾ എടുക്കണം. ബാക്ക് നമുക്ക് 4.5 കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അത് 5 എടുക്കുക. 1/2 ഇഞ്ച് കൂടുതൽ എടുക്കുക. അപ്പോൾ 5.5യും 4.5 നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അതിനേക്കാളും 1/2 ഇഞ്ച് വീതം നമ്മൾ കൂടുതലായിട്ട് എടുക്കുക. ഫസ്റ്റ് നമ്മൾ 4.5 നമുക്ക് കിട്ടിയിട്ടുള്ളത്. ബാക്ക് എടുത്ത് അപ്പോൾ നമുക്കത് 5 എടുക്കാം.
ഫ്രണ്ട് എഴുത്ത് നമുക്ക് 5.5 കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കത് 6 എടുക്കാം. 1/2 ഇഞ്ച് കൂടുതലായിട്ട് ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കാം. അതിനുശേഷം അത് നമ്മൾ ഇതേപോലെ ഒന്ന് ആദ്യം വരച്ച് തന്നെ യോജിപ്പിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കുക. ഇനി നമുക്ക് ഇതിനകത്ത് കഴുത്ത് റൗണ്ടായിട്ട് വരച്ചു കൊടുക്കുക. ഇതുപോലെ ബാക്കിലും നമുക്കെടുത്ത് വരച്ചു കൊടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ഇവിടെ നമുക്ക് ഒരു 1/2 ഇഞ്ച് അറ്റത്തായിട്ട് നമുക്ക് ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഫസ്റ്റ് ഒന്ന് ഇതേപോലെ 1/2 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇതും ഈ 1/2 ഇഞ്ചായിട്ട് നമ്മൾ ഇതേപോലെ സ്കെയിൽ ചരിച്ച് വെച്ച് കൊടുത്തിട്ട് നമ്മളിവിടെ നിന്ന് ഇങ്ങനെ ഒന്ന് വരച്ചു കൊടുക്കുക. അപ്പോൾ ഏക്കട്ട് പെറ്റിക്കോട്ടിൻ്റെ അളവ് ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ നിങ്ങൾക്ക് ഇതിനെ ഇനി നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ പെറ്റിക്കോട്ട് കട്ട് ചെയ്യുന്നതിന് മുന്നായിട്ട് നമുക്ക് വേണമെങ്കിൽ ഇവിടെ കുറച്ച് ഷേപ്പ് ഇതേപോലെ ഒന്ന് വരച്ചു കൊടുക്കാവുന്നതാണ്. വേണമെങ്കിൽ ഇതേപോലെ നമുക്കൊന്ന് ഷേപ്പ് കൂടെ വരച്ച് കൊടുക്കാം. അപ്പോൾ ഇനി നമുക്കിത് കട്ട് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് കഴുത്തിൻ്റെ ഭാഗം നമുക്ക് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് കഴുത്തിൻ്റെ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ആദ്യം നമ്മൾ ബാക്ക് കഴുത്താണ് കട്ട് ചെയ്തത്. ഇനി നമുക്ക് കക്കിരിയുടെ ഭാഗം ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കാം. സൈഡും കൂടെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഫ്രണ്ട് പാർട്ട് മാത്രം ഇതുപോലെ മാറ്റിയെടുക്കാം. നമുക്ക് ഫ്രണ്ട് പാർട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഞാൻ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ ഇതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോയും അതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ ഒരെണ്ണം കൂടെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ഇതിൻ്റെ സൈഡ് ഓപ്പൺ വരുന്ന രീതിയിൽ എങ്ങനെയാണ് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്നതെന്ന്. അപ്പോൾ അതും കൂടെ ആയിട്ട് ഞാൻ അടുത്ത ക്ലാസ്സിൽ വരാം. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.